കുറച്ച് കുട്ടികൾ അറബിക് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. ആ അറബിക് സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കൂടെയുള്ള കുട്ടികൾ മരിച്ചു വീഴുക, അതുമല്ല പഠിപ്പിക്കുന്ന ഉസ്താക്കന്മാർ മരിച്ചു വീഴുക, അവരെ കാണാതെ പോവുക, മരിച്ച ആൾക്കാർ എണീറ്റ് വരിക. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ആരാണ് ഇതിന്റെ പിന്നില്? ഇനിയിപ്പോ പ്രേതം ഒറിജിനൽ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രേതത്തിനെ പൂട്ടി വെച്ചേക്കുന്നതാണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസായ പെമ്പാൻ ടയാൻ എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഹൈപ്പ് ചെയ്ത അത്രയും ഉപകാരപ്രദം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു റൂമാണ് കാണിക്കുന്നത്. ആ റൂമിൽ തന്നെ 3 ഉസ്താക്കന്മാരുണ്ട്. അതിലൊരു ഉസ്താദ് അവിടെ ഇരുന്ന് എന്തോ എഴുതി പഠിക്കുകയോ ചെയ്യുന്ന ഉസ്താദിന് എന്തോ ഒരു കാര്യം മെയിൽ അയക്കാനായിട്ട് കൊടുക്കും, ലെറ്റർ അയക്കാനായിട്ട്. അത് കൊടുത്തിട്ട് മറ്റേ ഉസ്താദ് അവിടെ നിന്ന് പോവാണ്. ആ റൂമിൽ ഇനി 2 ഉസ്താക്കന്മാരെ ബാക്കിയുള്ളൂ. ഇവരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. ഇവർ പേടിക്കുന്നൊന്നുമില്ല, ഉസ്താക്കന്മാരല്ലേ, പ്രേതത്തിനൊന്നും പേടിയില്ല. പക്ഷേ കറണ്ട് പോയ ഉടനെ ആരൊക്കെയോ വന്ന് ഇവരെ രണ്ടുപേരും കൊന്നുകളയും. മനുഷ്യരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ പോലത്തെ വേറെ ഏതോ മൃഗങ്ങള് ഇവരെ വന്ന് കൊന്നുകളയാണ്. അത് മൃഗീയമായിട്ട് കഴുത്ത് അറുത്ത് കൊല്ലുന്നുണ്ട്. ഒരാളുടെ കഴുത്ത് പിഴുതെടുക്കുകയാണ്. കട്ട് ചെയ്താൽ അനീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മുടെ കഥയുടെ ഹീറോയിൻ തന്നെയാണ്. അവളുടെ പേര് ആരോ വിളിക്കുന്നത് പോലെ അനീസ അനീസ എന്നാരോ വിളിക്കുന്നത് പോലെ കേട്ടിട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. എന്നാൽ എണീറ്റ് നോക്കുമ്പോൾ ചുറ്റും ആരുമില്ല. അവരുടെ കൂട്ടുകാരെല്ലാരും ഉറങ്ങിക്കിടക്കുകയാണ്. പതി എണീറ്റൊന്ന് ബാത്റൂമിൽ പോകാന്ന് വിചാരിച്ചിട്ട് പോയി ലൈറ്റ് ഇടും. പക്ഷേ ലൈറ്റ് കത്തുന്നില്ല, കറണ്ട് ഇല്ല. എന്നാ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് ഇറങ്ങിപ്പോവാന്ന് വിചാരിച്ച് ഒരു ടോർച്ച് എടുത്ത് പോവാണ്. കതവ് തുറക്കുമ്പോഴോ തൊട്ട് ഫ്രണ്ടിൽ ഒരു പ്രേതം അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് അവൾ ആകെ വിറച്ചു പോകും. ഡോറും പെട്ടെന്ന് അങ്ങ് അടയ്ക്കും. ആ സമയം പിന്നിലായിട്ട് ഒരു കൈ വരും. പക്ഷേ വിചാരിക്കുന്ന കണക്ക് പ്രേതമൊന്നുമല്ല, അത് അവളുടെ കൂട്ടുകാരിയാണ്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് പതി ആ ഡോറ് തുറക്കും. എന്നാൽ അനീസ പേടിച്ചിട്ട് ആ പെൺകുട്ടിയുടെ പിറകിൽ നിൽക്കുകയാണ്. പക്ഷെ പുറത്ത് പ്രേതമൊന്നുമില്ല, ആരെയും കാണാനില്ല. നിനക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി അവിടെ നിന്ന് പോവും. അനീസ കൂട്ടുകാരി പോയ ഉടനെ ആ ഡോറ് പിടിച്ച് കുറ്റിയിടുകയാണ്. പുറത്ത് എന്തോ ഒരു ജീവി ഉള്ളതുപോലെ, അല്ലെങ്കിൽ പ്രേതം നിൽക്കുന്നത് പോലെ. അനീസ മാത്രമേ പ്രേതത്തിനെ കണ്ടോളൂ, കൂട്ടുകാരി കണ്ടില്ല. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവളുടെ റൂംമേറ്റ്സ് എല്ലാം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ. പക്ഷേ അനീസ നല്ല പേടിയിലാണ്. അവള് പ്രേതത്തിനെ നേരിട്ട് കണ്ടല്ലോ. പിറ്റേ ദിവസം അനീസയും കൂട്ടുകാരികളും കൂടെ പഠിക്കാനായിട്ട് ക്ലാസ്സിലോട്ട് പോവും. ആ സമയം അനീസയുടെ കൂട്ടുകാരി വിളിച്ചിട്ട് ചോദിക്കും, കഴിഞ്ഞ രാത്രി നീ എന്ത് കണ്ടാ പേടിച്ചതെന്ന്. അവള് പറയാനായിട്ട്, ഞാൻ ഷെയ്ത്താനെ കണ്ടു എന്ന് പറയാനായിട്ട് വരുമ്പോൾ അവളുടെ ദേഹത്ത് ഒരു പയ്യൻ വന്ന് തട്ടും. അത് മറ്റാരുമല്ല, അത് നമ്മുടെ കഥയുടെ ഹീറോ തന്നെയാണ്. അവന്റെ പേര് സാത്രിയോ എന്നാണ്. അവനും കൂട്ടുകാരനും കൂടെ കളിച്ച് അറിയാതെ അവളുടെ ദേഹത്ത് വന്ന് തട്ടിയതാണ്. അവൻ അവളോട് ക്ഷമ പറയും. അവളും അസ്ലാമലൈക്കും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് സാത്രിയും കൂട്ടുകാരനും കൂടെ താഴോട്ടിറങ്ങി വരുമ്പോൾ അവിടെ തന്നെ ഒരു ഉസ്താദ്, ഇവരെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് ബോർഡിൽ എന്തൊക്കെയോ കുത്തി വയ്ക്കുന്നുണ്ട്. ഓരോ ന്യൂസ് പേപ്പറാണ്. ഉസ്താദിനോട് അത് എന്തൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് അത് പറഞ്ഞു കൊടുത്തിട്ട് യവന്മാരെ വലിയ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോവാണ്. കാരണം ഉസ്താദല്ലേ, വലിയ ആളല്ലേ, ഇവര് കുട്ടികളായതുകൊണ്ട് തന്നെ വലിയ മൈൻഡ് ആക്കാതെ പോകും. ഇതിനുശേഷം അനീസയും കൂട്ടുകാരികളും കൂടെ ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിക്കുകയാണ്. അറബ് വാക്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് മൈക്കിൽ വിളിച്ചു പറയും, ഇന്നേ ദിവസം ക്ലാസ് ഇല്ല, എല്ലാരും തിരിച്ച് ഹോസ്റ്റൽ റൂമിൽ പൊയ്ക്കുമെന്ന്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇനിയിപ്പോ തലേ ദിവസം ഉസ്താക്കന്മാര് മരിച്ച വിവരം അറിഞ്ഞു കാണോ, ഇല്ലെങ്കിൽ അവര് വരാത്തത് കൊണ്ടാണോ, എന്താണെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ ഇവരോടെല്ലാരോടും കൂടെ മൈക്ക് വഴി ഹോസ്റ്റൽ റൂമിലോട്ട് തിരിച്ചു പോകാൻ പറയും. ഈ കാര്യം എല്ലാം കേട്ടുകൊണ്ട് മലമുകളില് സാത്രിയോയും അവന്റെ കൂട്ടുകാരനും നിപ്പുണ്ട്. അവന്മാര് ഇത്തിരി വെകിളി പിടിച്ചവന്മാരാണ്. അവന്മാര് വലിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. യവന്മാർക്കും എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. എല്ലാരും പറഞ്ഞു വിടാണ്. പെൺകുട്ടികളെല്ലാം ഇറങ്ങി പോകുന്നത് അവന്മാര് മണ്ടയിൽ നിന്ന് കാണുന്നുണ്ട്. സാധാരണ അങ്ങനെയൊന്നും പറഞ്ഞു വിടാറില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന്മാർക്ക് മനസ്സിലായി. ഇതിനുശേഷം നേരത്തെ ന്യൂസ് പേപ്പർ കട്ടിങ് വെച്ച ഉസ്താദും വേറൊരു ഉസ്താദും കണ്ടുമുട്ടും. ആ ഉസ്താദും ഈ ഉസ്താദും തമ്മിൽ വഴക്കാവും. നമുക്ക് ആദ്യം കണ്ട ഉസ്താദിനെ കുഞ്ഞുസ്താദെന്നും ഇപ്പൊ ആ നിൽക്കുന്ന ഉസ്താദിനെ വലിയ ഉസ്താദെന്നും പറയാം. ഈ വലിയ ഉസ്താദിന്റെ അടുത്ത് കുഞ്ഞുസ്താദ് വഴക്കുണ്ടാക്കുകയാണ്. കുട്ടികളെല്ലാരെയും ഇങ്ങനെ ക്ലാസ്സിന് കൊണ്ടുവരുന്നത് സേഫ് അല്ല, അതുകൊണ്ട് തന്നെ എല്ലാരെയും വീട്ടിൽ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മറ്റേ ഉസ്താദ് കേൾക്കുന്നില്ല. ആ നേരെ ടീച്ചറോട് അങ്ങോട്ട് വന്നിട്ട് കുഞ്ഞുസ്താദിനെ സമാധാനപ്പെടുത്തി അവിടെ നിന്ന് പറഞ്ഞു വിടും. കുഞ്ഞുസ്താദിന് നല്ല പേടിയുണ്ട്, ഇനി എന്തെങ്കിലും ദുരൂഹമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമെന്ന്. ചില ഉസ്താക്കന്മാരെയൊന്നും കാണാനില്ല, അതുപോലെ ചില കുട്ടികളെയും കാണാനില്ല. അതുകൊണ്ടാണ് കുഞ്ഞുസ്താദ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ വലിയ ഉസ്താദ് കേൾക്കുന്നില്ല. ഈ നേരം നമ്മുടെ സാത്രിയോ അനീസേനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവൻ അനീസയോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ അവൾക്ക് വയറ്റ് വേദനയാണ്. മറ്റൊന്നല്ല, അവൾക്ക് പീരീഡ്സ് ആയതാണ്. അവളടുത്ത് ചെന്ന് സംസാരിക്കും, കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവള് കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് പെൺകുട്ടികൾക്ക് വരുന്നതാ, സർവ്വസാധാരണ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ അവൻ ചോദിക്കും, നീ രാവിലെ എന്നെ വന്ന് തട്ടിയപ്പോ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ അറിയാതെ തട്ടിയതാണ്, നീ എന്തോ ഷെയ്ത്താന്റെ കാര്യം മറ്റോ അല്ലേ പറഞ്ഞത്, അതെന്താന്ന് ചോദിക്കുമ്പോൾ അവള് ഷെയ്ത്താനെ പറ്റി പറയാനായിട്ട് വരും. അപ്പൊ തന്നെ അങ്ങോട്ട് ഉസ്താദ് വരും, വലിയ ഉസ്താദ്. അങ്ങേര് വന്ന ഉടനെ സാത്രിയോ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഉസ്താദ്
ഉസ്താദിനോട് സംസാരിക്കും. പക്ഷേ ഉസ്താദ് ഒരു കാര്യം തൂക്കും, എവന്മാരെ നേരത്തെ വലിച്ചില്ലായിരുന്നോ, ഉസ്താദിന് ആ മണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൂടെയുള്ള കൂട്ടുകാരൻ പറയും, ഇല്ല ഉസ്താദെ, ഉസ്താദിന് തോന്നിയതായിരിക്കുമെന്ന്. എന്നാൽ ഉസ്താദ് അവന്റെ തൊപ്പിയിൽ നിന്നൊരു തീപ്പെട്ടിയുടെ ഈ ഉരയ്ക്കുമ്പോൾ കത്തുന്ന സംഭവം ഇല്ലേ, അത് തൂക്കിയെടുക്കും. അതായത് അവന്മാര് വലിച്ചിട്ടുണ്ടെന്ന് ഉസ്താദ് തൂക്കി. എന്നിട്ട് ഉസ്താദ് അവന്മാരോട് പറയും, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പടച്ചോൻ ശിക്ഷിക്കത്തില്ലേ, അതുകൊണ്ട് നല്ല പാതയിൽ വേണം പോകാൻ, മോശ പാതയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കും. അവന്മാര് ഇനി സിഗരറ്റ് വലിക്കത്തില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. അവന്മാർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഉസ്താദ് അനീസയ്ക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. രാത്രി ആവുന്ന സമയത്ത് സാദ്രയും അവന്റെ കൂട്ടുകാരനും റൂമിൽ വരും. സാദ്രയ്ക്ക് ഭയങ്കര ഡൗട്ട്, ഈ ഒരു സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കാണാതെ പോകുന്നുണ്ട്, ഇപ്പൊ സാറന്മാരെയാണ് കാണാതെ പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഡൗട്ടാണ്. അതൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്റെ അടുത്ത് സംശയം പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ കൂട്ടുകാരൻ പറയും, ഇതെല്ലാം നിന്റെ തോന്നലാണെന്ന്. ഈ നേരം അനീസയെ കാണിക്കുകയാണെങ്കിൽ അനീസ റൂമിലിരിക്കുകയാണ്, ഒറ്റയ്ക്കാണ്. അവൾക്ക് നല്ല വയറ്റുവേദനയുണ്ട്, കാരണം പീരീഡ്സ് അല്ലേ. ആ സമയം സൈഡിലുള്ള ഡോറ് പതിയെ തുറന്നു വരും. ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ അവള് പതിയെ ചെന്ന് ആ ഡോർ അങ്ങ് അടയ്ക്കും. ആ സമയം ബാക്കിലുള്ള ഒരു ഡോറ് പതിയെ തുറന്നിട്ട് ഒരു പെൺകുട്ടിയുടെ രൂപം അകത്തോട്ട് കയറി വരികയാണ്. ആരാന്ന് ചോദിച്ചിട്ട് അത് മിണ്ടുന്നൊന്നുമില്ല. അത് പതിയെ പതിയെ നടന്ന് അനീസയുടെ അടുത്ത് വരും. അനീസയുടെ അടുത്ത് വന്നിട്ട് അതങ്ങ് മാഞ്ഞു പോകും. അത് പ്രേതമാണ് കേട്ടോ. ഇത് കണ്ട് അനീസ ആകെ പേടിച്ച് പുറത്തിറങ്ങി ഓടുകയാണ്. ഓടി പുറത്തിറങ്ങി വരുമ്പോഴോ തൊട്ട് ഫ്രണ്ടിൽ ആ പ്രേതം നിപ്പുണ്ട്. പക്ഷെ ആ പ്രേതം അനീസനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അനീസ മാറി ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. ഈ ഒളിച്ചിരിക്കുന്ന സമയത്ത് അനീസ പുറത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് പതിയെ പൊങ്ങി നോക്കാണ്. അപ്പൊ അവൾ എന്താ കാണുന്നത്, ഒരാളെന്തോ ദുർമന്ത്രവാദം ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ്. അത് അവള് നേരിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആരാന്ന് കൃത്യമായിട്ട് അവൾക്ക് അറിയത്തില്ല. ഈ സമയം ആദ്യം നമ്മൾ ഒരു ഉസ്താദിനെ കാണിച്ചില്ലേ, ഉസ്താദ് ലെറ്റർ അയക്കാൻ പറഞ്ഞിട്ട് 2 ഉസ്താക്കന്മാരെ റൂമിലിട്ടാക്കിയിട്ട് പോയ ഒരു ഉസ്താദ്. ആ ഉസ്താദ് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട്. മറ്റു ഉസ്താക്കന്മാർക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ലാതെയാണ് വന്നേക്കുന്നത്. വന്ന് നോക്കുമ്പോൾ രണ്ടുപേരെ വെള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ചേക്കാണ്. കാരണം മറ്റൊന്നല്ല, അവര് മരിച്ചുപോയി, എന്റെ തെറ്റാണ്, ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ഉസ്താദ് വിഷമിച്ച് അവരുടെ മുമ്പിൽ വന്നിരുന്ന് കരയാണ്. ഈ സമയം ഒരാൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട്. ഈ മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് ഈ മരിച്ചു കിടക്കുന്ന 2 ഡെഡ് ബോഡി എണീക്കുകയാണ്. എണീച്ചിട്ട് ഈ ഉസ്താദിനെ നോക്കും. ഇത് കണ്ട് പേടിച്ച ഉസ്താദ് പിന്നിലോട്ട് മാറിയിരിക്കുകയാണ്. കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കുമ്പോൾ ആ 2 രൂപത്തിനെ കാണാനില്ല, ആ 2 ഡെഡ് ബോഡീനെ കാണാനില്ല. അതെങ്ങോട്ടോ പോയി. പെട്ടെന്ന് തന്നെ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അടഞ്ഞു. അതുമല്ല, പെട്ടെന്ന് തന്നെ ഒരു ബോഡി തറയിൽ വന്ന് വീഴും. ആ ബോഡിക്ക് തലയില്ല. ആ ബോഡി എണീറ്റ് നിന്നിട്ട് തല അതിന്റെ കയ്യിൽ പിടിച്ചേക്കാണ്. ഇത് കണ്ട് ആ ഉസ്താദ് ആകെ പേടിച്ച് പിന്നിലോട്ട് നടന്നു മാറുകയാണ്. പിന്നിലോട്ട് നടക്കുമ്പോൾ ബാക്കിൽ വേറൊരു ഡെഡ് ബോഡി. ഇത് രണ്ടും ഉസ്താക്കന്മാരാണ് കേട്ടോ ഈ ഡെഡ് ബോഡി. പക്ഷെ മനുഷ്യരല്ല, പ്രേതങ്ങളാണ്. മരിച്ചതിന് ശേഷം പ്രേതമായതായിരിക്കാം, ഇല്ലെങ്കിൽ ദുർമന്ത്രവാദം കാരണം പ്രേതമായതായിരിക്കാം. അങ്ങനെ ആ ഡെഡ് ബോഡിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും. ഇത് കണ്ട് പേടിച്ച് ഉസ്താദ് തറയിൽ ഇരുന്ന് പോവാണ്. പിന്നീട് എന്താ നടക്കുക, ആ ഒരു ഡെഡ് ബോഡി ഇല്ലേ, ആ ഡെഡ് ബോഡി ഉസ്താദിന്റെ മുഖത്തോട്ട് ചോര ഛർദ്ദിച്ചു കൊടുക്കുകയാണ്. അയാൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. കട്ട് ചെയ്താൽ അനീസനെ കാണിക്കുകയാണെങ്കിൽ അനീസ പേടിച്ചോടി സാത്രുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. സാത്രുവും ഉറക്കം വരാത്തോണ്ട് അങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. അവനും അവളും ഒത്തു കാണും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു നിലവിളി ശബ്ദം കേൾക്കും. ഇപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ രണ്ടുപേരും കൂടെ ആ നിലവിളി ശബ്ദം കേട്ടെടുത്തോട് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഉസ്താദിനെ കണ്ടില്ലേ, ആ ഉസ്താദ് പേടിച്ച് അവിടെ കിടക്കുകയാണ്. അതായത് തറയിൽ അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഓടി അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഹെൽപ്പിനായിട്ട് വിളിക്കും. പിന്നീട് ഈ ഉസ്താദിനെ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഇയാൾക്ക് ഒട്ടും വയ്യ, അതുമല്ല ബോധവും ഇല്ല. എന്താ സംഭവം എന്ന് ആർക്കും അറിയാൻ പാടില്ല. കുട്ടികളെല്ലാം അവിടെ കൂടി നിൽപ്പുണ്ട്. അനീസ അവളുടെ സംശയം പറയും, ഇനിയിപ്പോ ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുന്നതാണെങ്കിലോ. എന്നാൽ കൂടെയുള്ള കൂട്ടുകാരി സമ്മതിച്ചു കൊടുക്കത്തില്ല. ദുർമന്ത്രവാദമൊന്നും ഇല്ല, വിശ്വാസികൾക്ക് ദുർമന്ത്രവാദം ഏൽക്കത്തില്ല എന്ന്. പക്ഷെ അനീസ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊന്നല്ല, ഇതെല്ലാം ദുർമന്ത്രവാദമാണെന്ന്. ആരും വിശ്വസിക്കുന്നില്ല. അതേസമയം അങ്ങോട്ട് ഉസ്താക്കന്മാര് കയറി വരും. ആ കയറി വരുന്ന ഉസ്താക്കന്മാര് ബാക്കിയുള്ള കുട്ടികളെ പേടിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്, പോയി കിടന്നുറങ്ങ്, ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാരെയും പറഞ്ഞു വിടുന്നുണ്ട്. അനീസനെയും സാദ്രുവിനെയും കൂട്ടുകാരനെയും എല്ലാരെയും പറഞ്ഞു വിടുകയാണ്. കുട്ടികളൊന്നും ഇത് കാണാൻ പാടില്ലല്ലോ. ആ ഉസ്താദ് വന്ന് നോക്കുമ്പോൾ, കുഞ്ഞുസ്താദ് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ, ഇയാള് ചോരയ്ക്കകത്ത് കുളിച്ചിട്ട് ബോധമില്ലാതെ അവിടെ കിടക്കുന്നതാണ്. കുഞ്ഞുസ്താദിന് എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇതിപ്പോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി വലിയൊരു ഉസ്താദ്, അതായത് ഇവരുടെ എല്ലാരെയും തലപ്പത്തിരിക്കുന്ന പ്രായമുള്ള ഒരു ഉസ്താദിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തും. പ്രായ ഉസ്താദ് വന്ന് വലിയ ഉസ്താദിനെയും കുഞ്ഞുസ്താദിനെയും കാണും. ആ ഡെഡ് ബോഡി അവിടെ കിടപ്പുണ്ട്. കൂടെ തന്നെ അനീസ നിപ്പുണ്ട്. കാരണം അനീസയാണല്ലോ ഇത് നേരിട്ട് കണ്ടത്. അതുകൊണ്ട് അനീസനെയും കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ കുഞ്ഞുസ്താദും വലിയ ഉസ്താദും അടിയാവും. കുഞ്ഞുസ്താദ് പറയുന്നത് ഈ ബോഡീനെ അടക്കണമെന്നാണ്. അതേപോലെ പ്രായമുള്ള ഉസ്താദിന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഡെഡ് ബോഡി മരിച്ചാൽ കുറെ നേരം ഒന്നും വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ അടക്കണമെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ വലിയ ഉസ്താദ് പറയും, അങ്ങനെ പറ്റില്ല, നമുക്ക് പോലീസിനെ വിളിക്കാന്ന്. എന്നാൽ പ്രായമുള്ള ഉസ്താദ് കൺവിൻസ് ചെയ്യും, അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അടക്കിക്കോണമെന്ന്. പിന്നെ ഈ ഒരു ഹോസ്റ്റലിന്റെയും ഈ സ്കൂളിന്റെയും ഫുൾ ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കുന്നത് വലിയ ഉസ്താദിനെയാണ്. ഈ പ്രായമുള്ള ഉസ്താദ് വലിയ ഉസ്താദിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഇതിനുശേഷം പ്രായമുള്ള ഉസ്താദും വലിയ ഉസ്താദും കുഞ്ഞുസ്താദും കുട്ടികളും എല്ലാരും കൂടെ പോയി ഈ മരണ നമസ്കാരം നമസ്കരിക്കും. ആ
സമയം സാത്രിയോ നിസ്കാരത്തിന്റെ ഇടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്തോ ഒരു സംശയം തോന്നിട്ട്. അവൻ നോക്കുമ്പോ എന്താ കാണുന്നത്, ഒരു ഡെഡ് ബോഡി മണ്ണൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചവൻ പിന്നിലോട്ട് മാറുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അവൻ എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ലാതെ നിസ്കാരം കളയും, അതായത് നിസ്കരിക്കത്തില്ല. കൂട്ടുകാരൻ നോക്കുന്ന സമയത്ത് പ്രായമുള്ള ഉസ്താദിനെ കാണാനില്ല. അയാൾ എങ്ങോട്ടോ മാഞ്ഞു പോയി. ഇപ്പൊ ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നിസ്കരിച്ചുകൊണ്ടിരുന്ന പ്രായമുള്ള ഉസ്താദിനെ കാണാനില്ല. അയാളിപ്പോ അവിടെ പോയി. ഇതിപ്പോ വലിയ പ്രശ്നമല്ലേ, ഓരോ ആൾക്കാരായിട്ട് കാണാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊന്നും ഒറ്റയ്ക്ക് കിടത്തുന്നില്ല. മൈക്ക് വഴി അനൗൺസ് ചെയ്യും എല്ലാരും ഹാളിൽ കൂടാനായിട്ട്. ഇന്ന് രാത്രി ആൺ പെൺ വേർതിരിവില്ലാതെ എല്ലാരും ഹാളിൽ കിടക്കാന്ന്. അങ്ങനെ അനൗൺസ്മെന്റ് പ്രകാരം എല്ലാരും ആ ഹാളിൽ കൂടും. അനീസയുണ്ട്, അനീസയുടെ കൂട്ടുകാരികളുണ്ട്, റൂംമേറ്റ് ഉണ്ട്. എല്ലാരും ഒരു സൈഡിൽ കിടക്കും. ഗേൾസിന് ഒരു സെക്ഷൻ, ബോയ്സിന് ഒരു സെക്ഷൻ. അങ്ങനെ കൂട്ടുകാരനും അതുപോലെ തന്നെ സാത്രിയും ഒരുമിച്ചാണ് കിടക്കുന്നത്. സാത്രി ഇവിടെ നിന്ന് ചാടിപ്പോയാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചാടി പോകാൻ പറ്റത്തില്ല. പുറത്തെന്തെങ്കിലും അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഉമ്മാർക്ക് മുടിഞ്ഞ ഡൗട്ടാണ്, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഉമ്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്രായമുള്ള ഉസ്താദ് എവിടെ പോകാനാണ്, അങ്ങേരെ എങ്ങനെ കാണാതെ പോയി, അതൊന്നും അവർക്ക് അറിയാൻ പാടില്ല. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സാത്രിയും കൂട്ടുകാരനും കൂടെ എണീക്കും. ടോർച്ച് എടുത്തിട്ട് നേരെ ഈ ഉസ്താക്കന്മാരൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കുറെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് ചെല്ലും. അതായത് ഉസ്താക്കന്മാരുടെ റൂമില്ലേ അവിടെ ചെല്ലും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് അവിടെ ചെന്ന് ഓരോ കാര്യങ്ങളായിട്ട് പരതാണ്. ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട്, എന്നാൽ ഫോൺ പുറത്തോട്ട് പോകുന്നില്ല. അവിടെ നിന്ന് പരതുന്ന സമയത്ത് ഇവന്മാർക്കൊരു പേപ്പർ കിട്ടും. ആ പേപ്പറിൽ സാത്രിയുടെ അച്ഛന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. സാത്രിയുടെ അച്ഛനും ഒരു ഉസ്താദാണ്. അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സാത്രിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതേ നേരം പുറത്തൊരാൾ വന്നിട്ടുണ്ട്, സെക്യൂരിറ്റി പോലെ ഒരു മനുഷ്യൻ. അയാൾ ടോർച്ച് അടിച്ച് വന്ന് നോക്കുകയാണ്. ഇയാൾക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്, അതായത് ഈ റൂമിൽ ആരോ കയറിയത് പോലെ. അതുകൊണ്ട് തന്നെ പതിയെ ടോർച്ച് അടിച്ച് നോക്കുകയാണ്. എന്നാൽ സാത്രിയും കൂട്ടുകാരനെയും കാണാനില്ല. കാരണം അമ്മ രണ്ടുപേരും ഡെസ്കിന്റെ കീഴിൽ ഒളിച്ചിരിക്കുകയാണ്. ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകും. ഇതേ നേരം അനീസ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ചുറ്റും ആരുമില്ല. അവളുടെ കൂട്ടുകാരി മാത്രം അവിടെ ഇരുന്ന് ഇങ്ങനെ ആടുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് എവിടെ പോയി, നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലും. ആ സമയം കൂട്ടുകാരി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇങ്ങനെ ഇരുന്ന് ഒടിയുകയും തിരിയുകയും ചെയ്യാണ്. ആ എല്ല് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അനീസ ആകെ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ കൂട്ടുകാരി തിരിഞ്ഞ് അനീസയുടെ അടുത്ത് ചെല്ലുകയാണ്. അതും പ്രേത രൂപത്തില്. അനീസ ആകെ പേടിച്ചു പോയി. ഉടനടി അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇത്രയും നേരം കണ്ടത് അവളുടെ സ്വപ്നം മാത്രമായിരുന്നു. കൂട്ടുകാരികളൊക്കെ തൊട്ട് സൈഡിൽ ഇരിപ്പുണ്ട്. അവളെ സമാധാനപ്പെടുത്തും. പിന്നീട് അവളെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. പിറകിന്നൊരു വിളി കേൾക്കും, അനീസ എന്നൊരു വിളി കേൾക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. പക്ഷെ അവൾ ആരോ വിളിച്ചിട്ടുണ്ട്. ഇതേ നേരം സാത്രിനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണെങ്കിൽ യമാർ രണ്ടുപേരും ആ വയ്യാതെ അടക്കുന്ന ഉസ്താദിനെ ചെന്ന് കാണും. അയാളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ബബിള് വന്നിട്ടുണ്ട്, എന്തോ ഒരു മാരക അസുഖം വന്നതുപോലെ. യമാർ രണ്ടുപേരും അവിടെ നിന്ന് ചാടാനുള്ള പരിപാടിയാണ്. യമാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ദുർമന്ത്രവാദം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചാടാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട്. അതിനു മുമ്പ് സാത്രി പോയി ഉസ്താദിന്റെ അടുത്ത് ഇവിടെ നിന്ന് പോണമെന്ന് പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരൻ അവിടെ ഒറ്റയ്ക്കാണ്. കൂട്ടുകാരൻ അവിടെ നിൽക്കുമ്പോൾ പതിയെ ആ ഡെഡ് ബോഡി എണീക്കുകയാണ്. ഇത് കണ്ട് പേടിച്ച് മാറുമ്പോൾ ആ ഡെഡ് ബോഡി മണ്ടയിലോട്ട് പൊങ്ങും. ഇവനെ ആക്രമിക്കാനായിട്ട് ചാടിത്തുള്ളി വരുവാണ്. പക്ഷെ അവൻ ആ കയ്യിലിരിക്കുന്ന പാത്രമൊക്കെ കളഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവും. ഇതേ നേരം അനീസ എങ്ങോട്ടോ പോവാണ്, തുണി കഴുവാനോ മറ്റോ പോവാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു രൂപം നിപ്പുണ്ട്. അതൊരു പ്രേത രൂപം. ഇവൾ അതിനെ കണ്ട് പേടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നാലെ ഫോളോ ചെയ്തു പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു റൂമാണ്. പിന്നിലായിട്ട് പ്രേതം വന്ന് പറയും അകത്തെന്തോ ഉണ്ടെന്ന്. പക്ഷെ അവള് പേടിച്ചു പോവാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവള് പോയി തുണി കഴുവാനായിട്ട് അവിടെ ചെല്ലും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് എന്തോ ഒരു സാധനം കിട്ടും, ദുർമന്ത്രവാദം ചെയ്യുന്ന എന്തോ ഒരു സാധനം. അതും കയ്യിൽ പിടിച്ച് അവിടെ നിൽക്കുമ്പോൾ ദൂരത്തായിട്ട് കുഞ്ഞുസ്താദ് എന്തോ ഒരു സാധനം കുഴിച്ചിടുന്നതായിട്ട് കാണും. അവൾക്ക് മനസ്സിലായി കുഞ്ഞുസ്താദ് എന്തോ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടെന്ന്. അവൾ ഉസ്താദ് കാണാതെ അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിന്നിലായിട്ട് ഒരു കൈ വന്ന് പിടിക്കും. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരല്ല, കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോട് കാര്യം പറയുമ്പോൾ അവൾ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വെറുതെയാ, നീ അതങ്ങ് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം എടുത്ത് അവൾ തറയിൽ കളയും. അവിടെ ഇരിക്കുന്ന ഒരു ഡസ്റ്റ് ബിന്നിൽ എടുത്ത് കളയും. പക്ഷെ അനീസ പറയുന്നുണ്ട് അത് ദുർമന്ത്രവാദമാണ്, അതിനകത്ത് തൊടാൻ പാടില്ല എന്ന്. എന്നാൽ കൂട്ടുകാരി അതൊന്നും കേട്ടില്ല. അവൾക്ക് വിശ്വാസമില്ല. ഇതിനുശേഷം കൂട്ടുകാരി അവിടെ നിന്ന് തുണി കഴുകുന്ന സമയത്ത് ഒരു തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലായിട്ട് വലിയ എന്തോ രൂപം. അതെന്താണെന്ന് അറിയാനായിട്ട് അവൾ പേടിച്ച് അത് പതിയെ നീക്കുകയാണ്. ആ തുണി നീക്കുകയാണ്. പക്ഷെ അതിന്റെ അപ്പുറം ഒന്നുമില്ല. അവൾക്ക് തോന്നിയതാണ്. പെട്ടെന്ന് തന്നെ അവൾക്ക് ശരീരം എല്ലാം ആകെ ചൊറിയാണ്. കണ്ണൊക്കെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ അടുത്തോട്ട് വരും എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. പക്ഷെ കൂട്ടുകാരിക്ക് ചൊറി നിർത്താൻ പറ്റുന്നില്ല. അവള് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. ചൊറിഞ്ഞ് കണ്ണീന്ന് ചോരയൊക്കെ വരികയാണ്. ഇവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇവളുടെ വായിന്നൊരു മുള്ളു കമ്പി വലിച്ചെടുക്കും. ശരീരത്ത് എങ്ങനെയാണ് മുള്ളു കമ്പി വന്നത്, അത് വലിച്ചെടുക്കുകയാണ്. അതുപോലെ കണ്ണീന്ന് 2 ആണിയും വലിച്ചെടുക്കുന്നുണ്ട്. 2 കണ്ണീന്നും ഓരോ ആണി വീതം. ഇതൊക്കെ കണ്ട് ഹീറോയിൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ കൂട്ടുകാരിയുടെ ദേഹം നല്ല രീതിയിൽ ചൊറിയാണ്. ഇവളിങ്ങനെ പിടയുന്ന സമയത്ത് ഹീറോയിൻ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നുണ്ട്. അതായത് അനീസയാണ് കേട്ടോ. അവള് പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും കൂട്ടുകാരി അടങ്ങുന്നില്ല. കൂട്ടുകാരി പിടച്ച് തൊട്ടടുത്തൊരു കിണറുണ്ടായിരുന്നു, അതിനകത്ത് പോയി വീഴും. പക്ഷെ അനീസ വിട്ടുകൊടുക്കത്തില്ല. കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് കാര്യമില്ല, താഴെയായിട്ട് ഒരു പ്രേതം കൂട്ടുകാരിനെ താഴോട്ട് പിടിച്ച് വലിയ.
ഭാഗ്യം അനീസയുടെ കയ്യിൽ നിന്നില്ല. കൂട്ടുകാരി പോയി കിണറ്റിൽ വീഴാണ്. ഈ വിവരം അറിഞ്ഞിട്ട് ടീച്ചറും കുഞ്ഞുസ്താദും കൂടെ വലിയ ഉസ്താദിനെ കാണാനായിട്ട് ചെല്ലും. കുഞ്ഞുസ്താദ് വലിയ ഉസ്താദിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. എല്ലാ കുട്ടികളെയും വീട്ടിൽ വിടണം, അത് വലിയ പ്രശ്നമാവും, ഇല്ലെങ്കിൽ കുട്ടികളുടെ ജീവനും നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ജീവനല്ലേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്നാൽ വലിയ ഉസ്താദിന് അങ്ങനെയൊന്നും തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ബോഡിയിൽ നിന്ന് പെർമിഷൻ വേണം. ഇപ്പൊ ടീച്ചർ വന്ന് അതിന്റെ ഒരു സീരിയസ്നെസ് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. എന്നിട്ടും കാര്യമില്ലല്ലോ. അന്ന് രാത്രി ഈ മരിച്ച കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് എല്ലാവരും കൂടിയിരുന്നിട്ട്. ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക്, ചില ആൺകുട്ടികൾക്കും ചില പെൺകുട്ടികൾക്കും എന്തോ ഒരു വ്യത്യാസം, സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം. ഇവര് പ്രേതത്തിനെ പോലെ മാറിയിട്ട് വേറെ കുട്ടികളെയൊക്കെ ആക്രമിക്കുകയാണ്. കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കും. എന്നാൽ ആവതും പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ട്. ഇവരൊന്നും വെറുതെ ഇരിക്കുന്നില്ല, കടിക്കുകയും പിച്ചയും മാന്തൊക്കെ ചെയ്യാണ് കൂടെയുള്ള ആൾക്കാര്. എല്ലാരും കൂടെ പിടിച്ചു നിർത്തും. കുറച്ച് കഴിയുമ്പോൾ ഈ പ്രേതത്തിന്റെ ആക്രമണം നിൽക്കുകയാണ്. ശരീരത്തിൽ നിന്ന് പ്രേതം വിട്ടുപോകും. ഈ പ്രേതം കയറി കുട്ടികളൊക്കെ പിന്നീട് കിടന്ന് പെടയാനായിട്ട് തുടങ്ങുകയാണ് വേദന കാരണം. അവർക്ക് അനങ്ങാനൊന്നും പറ്റുന്നില്ല. ശരീരം ഒരുപാട് വീക്കായി പോയിട്ടുണ്ട്. ടീച്ചർ അനീസേനെ മരുന്നെടുക്കാൻ വിടും. അതുപോലെ തന്നെ വലിയ ഉസ്താദ് ശാത്രുവിനെ മരുന്നെടുക്കാൻ വിടും. ശാത്രുവിന്റെ കൂടെ തന്നെ കൂട്ടുകാരനും ഉണ്ട്. ശാത്രു ഓടി ഒന്ന് മരുന്നെടുക്കാനായിട്ട് പോകുമ്പോൾ കൂട്ടുകാരൻ അകത്തോട്ട് കയറുന്നില്ല. കാരണം കൂട്ടുകാരനറിയാം ശാത്രുവയ്ക്ക് അനീസേനെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഇതല്ല കളിക്കാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ട് ശാത്രു അകത്ത് കയറി പോവാണ്. പക്ഷെ കൂട്ടുകാരൻ അകത്തോട്ട് കയറി പോകുന്നില്ല. അവൻ അവിടെ കാവല് നിൽക്കാണ്. അങ്ങനെ അനീസയും ശാത്രുവും കൂടെ പോയി മരുന്നെടുക്കും. ഈ മരുന്നെടുക്കുന്ന സമയത്ത് കുപ്പിച്ചില്ല് ചവയ്ക്കുന്ന ശബ്ദം കേൾക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊന്നുമല്ല, വയ്യാതെ കിടക്കുന്ന ഉസ്താദില്ലേ, അയാൾ മരുന്നൊക്കെ കുത്തി പൊട്ടിച്ച് അത് ചവച്ചരച്ച് തിന്നാണ്, അതും കുപ്പിയോടെ. ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ട്. ആ വയ്യാത്ത ഉസ്താദ് ശാത്രുവോട് ചോദിക്കും, നിന്റെ അച്ഛന് സുഖമല്ലേന്ന്. ഇത് കേൾക്കുമ്പോൾ ശാത്രുവിക്ക് ദേഷ്യം വരും. ശാത്രു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ആകെ ദേഷ്യപ്പെട്ടിട്ട്. ഇപ്പൊ അവന്റെ അച്ഛനെ പറ്റി ചോദിക്കാനുള്ള കാരണം എന്താണ് അറിയാൻ പാടില്ല. പിന്നാലെ തന്നെ അനീസയും ചെല്ലും. എവിടെ പോവാന്ന് ചോദിച്ചിട്ട്. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോയല്ലോ. ഇപ്പൊ കൂട്ടുകാരൻ ഒറ്റയ്ക്കാണ്. കൂട്ടുകാരൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ട്. അതായത് ആ വയ്യാത്ത ഉസ്താദ് അവിടെ കിടക്കുന്നുണ്ട്. ആ ഉസ്താദ് തിരിഞ്ഞ് കൂട്ടുകാരൻ ഒറ്റ നോക്കലാണ്. കൂട്ടുകാരൻ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഇനി അവിടെ നിന്ന് അങ്ങനെ പിടിച്ച് കടിക്കുകയും മറ്റോ ചെയ്താലോ? അത് മനുഷ്യനല്ല, പ്രേതം കയറിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ നേരം ശാത്രുവും അനീസേനെയും കാണിക്കുകയാണെങ്കിൽ ശാത്രു വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് തന്നെ നിൽക്കുകയാണ്. എന്നാൽ അനീസ വിടില്ല, പുറത്തിറങ്ങില്ല, അത് ഭയങ്കര അപകടമാണെന്ന് പറയുമ്പോൾ മരണം എന്റെയിലല്ല, അത് പടച്ചോന്റെയിലാണ്, പടച്ചോൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അനീസ പറയുന്നതെന്ന് അവൻ കേൾക്കുന്നില്ല. അനീസ ആവതും പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. ശാത്രു അങ്ങനെ കാട്ടിൽ കൂടെ ഓടുകയാണ് അവന്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെ കുറെ അധികം ഡെഡ് ബോഡികൾ അവിടെ കിടപ്പുണ്ട്. ആരാണ് ഇത്രയും മനുഷ്യരെ കൊന്നിട്ടുള്ളത്? ചില മനുഷ്യരെയൊക്കെ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടേക്കാണ്, ചിലരൊക്കെ മരിച്ച് താഴെ കിടപ്പുണ്ട്. അങ്ങനെ അവൻ ഓടിപ്പോകുന്നുണ്ട്. ഇതേ നേരം ശാത്രുവിന്റെ അമ്മേനെ കാണുകയാണെങ്കിൽ ശാത്രുവിന്റെ അമ്മ അവന്റെ അച്ഛന് വേണ്ടിയിട്ട് ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവര് ചായ ആയിട്ട് വരുമ്പോൾ എന്താ കാണുന്നത്? അവരുടെ ഭർത്താവ്, അതായത് ശാത്രുവിന്റെ അച്ഛൻ മരിച്ച് തൂങ്ങിക്കിടക്കാണ്. പെട്ടെന്നാണ് താഴോട്ട് വന്ന് വീണത്. തൂങ്ങി എങ്ങനെ നിപ്പുണ്ട്. ഇത് കണ്ട് ശാത്രുവിന്റെ അമ്മ ആകെ പേടിച്ചു പോയിട്ട് കയ്യിലുള്ള സാധനങ്ങളൊക്കെ തറയിലിട്ട് പൊട്ടിക്കുകയാണ്. അയാൾ ആരോ കൊന്നതാണ്. ശരീരത്തെല്ലാം ഒരുപാട് രക്തം പറ്റിയിരിപ്പുണ്ട്. ഏതോ പ്രേതോ മറ്റോ കൊന്നതാണ്. ഇപ്പൊ എന്താ സംഭവം എന്നൊന്നും ഇവർക്ക് ആർക്കും അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഈ നേരം ശാത്രുവിനെ കാണിക്കുകയാണെങ്കിൽ ശാത്രു ഓടി ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് കറുത്ത ഡ്രസ് ഇട്ട ആൾക്കാർ. അവര് വേറൊരു മനുഷ്യനെ കൊല്ലും. ആ കാട്ടിൽ കൂടെ വണ്ടി ഒട്ടിച്ച് പോയൊരു മനുഷ്യനെ കൊല്ലും. ഇത് ശാത്രു കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശാത്രു അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ശാത്രുവിന്റെ പിന്നാലെ അവന്മാർ വരുമെങ്കിലും ശാത്രു ഒരു സ്ഥലത്തോട്ട് എടുത്ത് ചാടി ഒളിച്ചിരിക്കും. പിന്നീട് അവന്മാർ കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് ശാത്രുയോ കുറെ ഡെഡ് ബോഡികളൊക്കെ എടുത്ത് അവന്റെ മണ്ടയിൽ ഇട്ടിട്ട് അതിന്റെ അടിയിൽ കിടക്കുകയാണ്. അതും അഴുകിയ ശരീരമാണ്, നല്ല നാറ്റമുണ്ട്. ശാത്രു ഇതൊക്കെ സഹിച്ച് അവിടെ കിടപ്പുണ്ട്. പക്ഷെ കില്ലേഴ്സ് വിട്ടുകൊടുക്കത്തില്ല. കറുത്ത ഡ്രസ് ഇട്ട ആൾക്കാർ വിട്ടുകൊടുക്കത്തില്ല. കുറെ വടിവാളൊക്കെ എടുത്തോണ്ട് വന്ന് ആ ഡെഡ് ബോഡിയിലൊക്കെ കുത്തി നോക്കുന്നുണ്ട്. ജസ്റ്റ് മിസ്സിനാണ് ശാത്രു രക്ഷപ്പെടുന്നത്. കട്ട് ചെയ്താൽ അനീസേനെ കാണിക്കുകയാണ്. അനീസ് ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അവളുടെ കൂട്ടുകാരിയല്ലേ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ആ സമയം അവൾ ഒരു കാര്യം ആലോചിക്കും. പണ്ട് അവളുടെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഇവളെ ഉറക്കം കിടത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നീട് അവളുടെ അച്ഛൻ വീട്ടിലോട്ട് വന്ന് അച്ഛൻ ഈ കുട്ടീനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറയും. എന്നാൽ അമ്മ കേൾക്കില്ല. ഞാൻ എന്റെ കുട്ടീനെ നോക്കും, ഇനി നിങ്ങൾ ഇതിനെ വളർത്താനായിട്ട് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കടുംകൈ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഉറപ്പിച്ച് തന്നെ പറയാണ്, ഞങ്ങൾക്ക് കുട്ടീനെ നോക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കേണ്ടെന്ന്. എന്നാൽ ആ അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സ്വന്തം കഴുത്തറുത്ത് അവിടെ തന്നെ മരിച്ചു വീഴും. ഇതെല്ലാം കണ്ടുകൊണ്ട് അനീസ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അനീസ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രേതത്തിനെ കാണത്തില്ലേ? അത് മറ്റാരുമല്ല, അനീസയുടെ അമ്മ പ്രേതം തന്നെയാണ്. അനീസനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്ന പ്രേതം ആയിരിക്കാം. പക്ഷെ ആ പ്രേതത്തിനെ അവൾ കാണുമെങ്കിലും ആ പ്രേതം അനീസനെ ഒന്നും ചെയ്യില്ലല്ലോ, അവളെ പേടിപ്പിക്കുന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ അവളുടെ അമ്മ തന്നെ ആയിരിക്കാം. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. പിറ്റേ ദിവസം ശാത്രുവിനെ കാണിക്കുമ്പോൾ ശാത്രു ഒരു ഹോസ്പിറ്റലിലാണ് കണ്ണ് തുറക്കുന്നത്. അവനെ ഡെഡ് ബോഡിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് വന്നെയാണ്. അവനെ പ്ലാസ്റ്റിക് ബാഗിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അത് കുത്തി തുറന്ന് പുറത്തിറങ്ങും. പതിയെ ഇറങ്ങുകയാണ്. ആ ഹോസ്പിറ്റലിൽ മൊത്തം ഭയങ്കര ട്രാജഡിയാണ്. സത്യം പറഞ്ഞാല് കുറെ ആൾക്കാരൊക്കെ ഭയങ്കര ക്രൂരമായിട്ട് മരിച്ചു കിടപ്പുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തൊക്കെ എന്തൊക്കെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അത് സാധാരണ സംഭവമൊന്നും അല്ല. ഹോസ്പിറ്റലിൽ നിറച്ച ആൾക്കാരാണ്. എന്തൊക്കെയോ ആ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇതൊന്നും മനസ്സിലാക്കാതെ ആ ചോര നിറഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്ന
ഇട്ടിരിക്കുന്ന വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ് അവന്റെ അമ്മേനെയും അച്ഛനെയും കാണാനായിട്ട്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അവൻ ആ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഇത്രയധികം പ്രശ്നം നടക്കുകയാണെന്നൊന്നും അവൻ അറിയത്തില്ലായിരുന്നു. ഈ നേരം അനീസ കുഞ്ഞുസ്താദിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞുസ്താദ് കഴിഞ്ഞ ദിവസം ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ കുഞ്ഞുസ്താദ് ഇല്ലാത്ത സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ അനീസയ്ക്ക് കുഞ്ഞുസ്താദിനെയാണ് ഡൗട്ട്. ആ സമയം കുഞ്ഞുസ്താദ് മന്ത്രവാദം ചെയ്തിട്ടാണ് ഇതെല്ലാം നടന്നതെന്ന്. അതുകൊണ്ട് തന്നെ അനീസ് അയാളോട് ദേഷ്യപ്പെടും. ഞാൻ കണ്ടു നിങ്ങൾ എന്തോ കുഴിച്ചിടുന്നതായിട്ട്, അതുകൊണ്ട് നിങ്ങളല്ലേ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ എനിക്ക് അറിയത്തില്ല എന്ന് പറയും. ഈ ബഹളം നടക്കുന്നത് കേട്ടിട്ടായിരിക്കും ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ടീച്ചർ കുഞ്ഞുസ്താദിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അനീസിനെ സമാധാനപ്പെടുത്തും. കുഞ്ഞുസ്താദ് അങ്ങനത്തെ മനുഷ്യനൊന്നുമല്ല, അതുകൊണ്ട് നീ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഇതെല്ലാം നിന്റെ തോന്നലാന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തും. വീണ്ടും സാത്രുവിനെ കാണിക്കുവാണെങ്കിൽ അവൻ അവന്റെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുറെ ആൾക്കാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ മരത്തിന്റെ മണ്ടയിൽ തൂങ്ങി മരിച്ചേക്കാണ്. ചില കുട്ടികളൊക്കെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് കരയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ മരിച്ചിട്ടെ സാത്രു അങ്ങനെ ഓടിപ്പോകുമ്പോൾ കുറെ ആൾക്കാർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവന് ഇവിടെ അടക്കാൻ പറ്റത്തില്ല, ഇവൻ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സാത്രു അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോവും. സാത്രു ഓടി നേരെ വരുന്നത് അവന്റെ വീട്ടിലാണ്. കതവ് തുറന്ന് അകത്ത് കയറുമ്പോൾ തന്നെ അമ്മ അവിടെ നിപ്പുണ്ട്. അമ്മനെ കെട്ടിപ്പിടിക്കും. അച്ഛൻ എവിടാന്ന് ചോദിക്കുമ്പോൾ അമ്മ കരയും. അവനെ വിളിച്ചോണ്ട് വന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കും. അച്ഛൻ മരിച്ചോ ഇല്ലേ? അച്ഛന്റെ 2 കണ്ണൊക്കെ പുറത്ത് കിടക്കാണ്, അതൊന്നും കാണിക്കാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ ബ്ലറായിട്ട് കാണിക്കാം. അത് കണ്ട് അവൻ ആകെ കരഞ്ഞു പോകുന്നുണ്ട്. അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് സാത്രുവിനോട് അമ്മ തിരിച്ച് സ്കൂളിലോട്ട് പോകാൻ പറയും. ഇവിടെ ഒരിക്കലും സേഫ് അല്ല, നിന്നെ ആൾക്കാർ കൊന്നു കളയും, ദുർമന്ത്രവാദം ചെയ്ത് കൊന്നു കളയെന്ന് പറയുമ്പോൾ സാത്രു അത് കേൾക്കുന്നില്ല. ഞാൻ അച്ഛനെ കുഴിച്ചിട്ടിട്ടേ പോകത്തുള്ളെന്ന്. പക്ഷെ അമ്മയ്ക്കൊരു പേടിയുണ്ട്, ഈ അച്ഛന്റെ ബോഡി എടുത്തോണ്ട് പോയിട്ട് വേറെ ആൾക്കാർ ദുർമന്ത്രവാദം ചെയ്താലോ, അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് പറയുമ്പോൾ സാത്രു പറയും പള്ളിയിൽ കുഴിച്ചിട്ടാലല്ലേ ഉള്ളൂ പ്രശ്നം, നമുക്ക് വീടിന്റെ പിന്നിൽ തന്നെ കുഴിച്ചിടാന്ന്. അങ്ങനെ സാത്രു അച്ഛനെ വീടിന്റെ പിന്നിൽ കുഴിച്ചിടും. അച്ഛന്റെ മണ്ടയിൽ ഒരു വാഴയും വെക്കുകയാണ്, ആരും അറിയാതിരിക്കാനായിട്ട്. ഇവിടെ എന്തിനാ കുഴി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ വാഴ നട്ടയാന്ന് പറഞ്ഞാൽ പോരെ. അച്ഛനെ കുഴിച്ചിട്ടതിന് ശേഷം ആകെ വിഷമിച്ച് അവൻ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ. പിന്നീട് അമ്മയെ വന്ന് കാണും. അമ്മയോട് ചോദിക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ദുർമന്ത്രവാദം ബാധിക്കുന്നതെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കും. സാത്രുവിന്റെ അച്ഛൻ വെറും ഒരു മനുഷ്യനല്ലായിരുന്നു. അയാൾക്ക് ദുർമന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരെ ഒഴിപ്പിക്കാനായിട്ട് നല്ല കഴിവുണ്ടായിരുന്നു. ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്താൽ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുമായിരുന്നു ആ ദുർമന്ത്രവാദത്തിന്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ എന്തായാലും ദുർമന്ത്രവാദം വരുമ്പോൾ സാത്രുവിന്റെ അച്ഛനെയായിരുന്നു വിളിച്ചിരുന്നത്. ഈ ദുർമന്ത്രവാദം ചെയ്യാനായിട്ട് കുറെ അധികം ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. അങ്ങനെ ഈ ദുർമന്ത്രവാദം നശിപ്പിക്കുന്ന സാത്രുവിന്റെ അച്ഛനെ അവരാണ് കൊന്നു കളഞ്ഞത്. ആ ദുർമന്ത്രവാദം ചെയ്യുന്ന ഗ്രൂപ്പുകാരാണ് നശിപ്പിച്ചത്. കാരണം സാത്രുവിന്റെ അച്ഛൻ അവർക്കൊരു എതിരാളിയല്ലേ, അതുകൊണ്ടാണ് നശിപ്പിച്ച് കളഞ്ഞത്. പിന്നെ ഈ സാത്രുവിന്റെ അച്ഛൻ ചില ആൾക്കാരൊക്കെ രക്ഷിക്കുമായിരുന്നു. ഈ ആൾക്കാർ ദുർമന്ത്രവാദം ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ദേഹത്തു നിന്ന് മുൾക്കമ്പിയും ചെയിനൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ അയാൾ വയറ് കീറിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അയാള് സാധാരണ ഒരു മനുഷ്യനല്ല, അത്ഭുത സിദ്ധിയുള്ള എന്തോ ഒരു മനുഷ്യനാണ്. ഈ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ സാത്രു ഇവിടെ ഒരിക്കലും സേഫ് അല്ല. സാത്രുവിനോട് ഇവിടെ നോടി ആ സ്കൂളിൽ ചെല്ലാൻ പറയും. അവിടാണ് സാത്രു സേഫ്. എന്നാൽ അമ്മേനെ കൂടെ വിളിക്കുമ്പോൾ അമ്മ വരത്തില്ല, എനിക്ക് എന്റെ ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കണമെന്ന് പറയും. പക്ഷെ സാത്രു അത് സമ്മതിക്കത്തില്ല. എന്നാൽ അമ്മ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അന്ന് രാത്രി തന്നെ അവൻ തിരിച്ച് ഓടിപ്പോകുന്നുണ്ട് ആ സ്കൂളിലോട്ട്. പിറ്റേ ദിവസം അനീസ വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സ്ത്രീ ഉണ്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട്. ആ സ്ത്രീയോട് വെള്ളം എവിടാന്ന് ചോദിച്ചിട്ട് അവള് വെള്ളം എടുക്കാനായിട്ട് പോകും. വെള്ളം എടുക്കുന്ന സമയത്ത് അവള് അറിയാതെ കലം ഒന്ന് തുറന്നു നോക്കും, എന്താ വേവിക്കുന്നതെന്ന് അറിയാനായിട്ട്. അവള് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ തലയാണ് വേവിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച് അവള് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടില് ഇപ്പൊ സാധാരണ രീതിയിൽ പോയ സ്ത്രീ നിപ്പുണ്ട്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഈ പ്രേതം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവളുടെ മുമ്പിൽ വെച്ച് തന്നെ കഴുത്തറുത്ത് മരിച്ചു പോവുകയാണ്. അവൾ ഇത് കണ്ട് ആകെ നശിച്ചു പോവാണ്, അതായത് അങ്ങ് ഇല്ലാണ്ടായി നിന്ന് പോവുകയാണ്. രാത്രിയാവുന്ന സമയത്ത് ടീച്ചർ ആ വയ്യാതെ കിടക്കുന്ന ഉസ്താദിന് നോക്കുന്നുണ്ട്. അയാളുടെ ദേഹത്തുള്ള മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടുത്തെ കറണ്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ അനീസ അങ്ങോട്ട് വരും. അനീസയുടെ ബോധം രാവിലെ പോയതാണ്, ഇപ്പൊ രക്തത്തിൽ കുളിച്ച് രാത്രിയായപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. അനീസ വന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. നഖം വെട്ടുന്നത് പോലുള്ള ശബ്ദം, കത്രിക വെച്ച് നഖം വെട്ടുന്നത് പോലുള്ള ശബ്ദം. അവൾ എന്താണെന്ന് അറിയാനായിട്ട് പതിയെ ചെന്ന് തുണി മാറ്റും. നോക്കുമ്പോൾ അവളുടെ ടീച്ചർ അവിടെ ഇരുന്ന് നഖം വെട്ടുകയാണ്. എന്നാൽ അവള് സാധാരണ രൂപത്തിലല്ലായിരുന്നു, പകരം കണ്ണെല്ലാം വെള്ളയാണ്. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ കൈ വിരളെല്ലാം വെട്ടിക്കളയും. ഇത്രയും നേരം നഖം വെട്ടിക്കൊണ്ടിരുന്ന പ്രേതം കൈ വിരൽ വെട്ടിക്കളഞ്ഞിട്ട് അനീസനെ നോക്കി ചിരിക്കുകയാണ്. ഇത് കണ്ട് അനീസ ആകെ പേടിച്ചു പോകുന്നുണ്ട്. മിരണ്ട് നിൽക്കുന്ന അനീസയുടെ അടുത്ത് ആ ഒരു രൂപം ചാടിച്ചില്ലും. എന്നിട്ട് അവളെ കത്രികയ്ക്ക് കുത്തി കൊല്ലാനായിട്ട് നോക്കും. പക്ഷെ അനീസ വിടില്ല. എങ്ങനെയെങ്കിലും തള്ളി മാറ്റി ജനൽ വഴി പുറത്തോട്ടോടാന്ന് വിചാരിക്കുമ്പോൾ നടക്കത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ജനലും അടഞ്ഞു പോവും, അതുപോലെ തന്നെ ഡോറും അടഞ്ഞു പോകും. പിന്നെ അനീസ ഓടി രക്ഷപ്പെടാൻ നോക്കും, നടക്കില്ല. ഈ പ്രേതം കുത്താനായിട്ട് വരുമ്പോൾ അനീസ എന്തൊക്കെയോ വാക്യങ്ങൾ ചൊല്ലുകയാണ്. ഏതൊക്കെയോ സൂറത്തിന്റെ ആയത്തുകളാണ് ചൊല്ലുന്നത്. അത് ചൊല്ലുന്ന സമയത്ത് ആ പ്രേതം അനങ്ങാൻ പറ്റാതെ അങ്ങനെ നിൽക്കും. പിന്നീട് ഈ പ്രേതം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ആ കത്രിക എടുത്ത് പ്രേതത്തിന്റെ തലയെ തന്നെ കുത്തിയിറക്കി അവിടെ തന്നെ മരിച്ചു വീഴും. സ്വന്തം ടീച്ചറാണല്ലോ ഈ മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ
തന്നെ അനീസ കയറി പിടിക്കും ടീച്ചറെ എണീക്കെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കത്രിക തലയിലാണ് കുത്തി ഇറക്കിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ മരിച്ചു വീഴും. പിറ്റേ ദിവസം അനീസ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ റൂം വൃത്തിയാക്കാൻ പോകുന്നുണ്ട്. കാരണം ടീച്ചർ മരിച്ചുപോയല്ലോ. അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലോട്ട് എന്തോ തോന്നുകയാണ്. നേരത്തെ പ്രേതം അവൾ ഒരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നോ, അവളുടെ അമ്മ പ്രേതം. ആ ഒരു ബിൽഡിംഗിൽ ചെല്ലും. അതുവഴി അകത്തോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. പക്ഷെ എന്തൊക്കെയോ സംശയമായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പതിയെ അവൾ കയറി മണ്ടയിലോട്ട് നോക്കും. അവിടുത്തെ എയർഹോൾ വഴി അകത്തോട്ട് നോക്കും. അവൾ എന്തോ ഒരു കാര്യം കാണുന്നുണ്ട്. ഉടനടി അവൾ ഓടി കുഞ്ഞുസ്താദിന്റെ അടുത്ത് വരും. കുഞ്ഞുസ്താദിനോട് ആ റൂം ഒന്ന് പരിശോധിക്കണമെന്ന് പറയും. ആ റൂം മറ്റാരുടെ അല്ല, ഇവിടെ നിന്ന് കാണാതെ പോയ ഒരു ഉസ്താദിന്റെയാണ്. എന്നാൽ അങ്ങോട്ട് വലിയ ഉസ്താദ് കൂടെ വരും. ഇവർ രണ്ടുപേരും അനീസനെ സമ്മതിക്കത്തില്ല അത് നോക്കാനായിട്ട്. കാരണം ഒരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ റൂമിൽ കയറാൻ പാടില്ലല്ലോ. പക്ഷെ അനീസ പറയും ആ റൂമിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യണമെന്ന്. എന്നാൽ ഈ രണ്ട് ഉസ്താക്കന്മാര് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് സാത്രിക വരും. സാത്രിക എങ്ങനെയൊക്കെ ഓടി ഇവിടെ വന്നതാണ്, വീട്ടിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നതാണ്. സാത്രിക പറയും ഇവിടെ നടക്കുന്നതിൽ എന്തോ പങ്ക് ആ റൂമിനുണ്ട്, അവിടെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ അനീസയുടെ പിന്നാലെ ചെല്ലും ആ റൂം നോക്കാനായിട്ട്. കൂട്ടുകാരനെ അവിടെ നിപ്പുണ്ട്. കൂട്ടുകാരനും വേറെ കുറെ പിള്ളേരും ഇവരുടെ പിന്നാലെ ചെല്ലും. ആ റൂമിൽ എന്താണെന്ന് അറിയണമല്ലോ, ഇവിടെ നടക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് പിന്നാലെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ റൂം പൂട്ടിയിട്ടേക്കാണ്. അനീസ കല്ല് വെച്ച് ആ പൂട്ട് പൊട്ടിക്കാൻ നോക്കുമെങ്കിലും നടക്കത്തില്ല. പക്ഷെ സാത്രിക എങ്ങനെയൊക്കെയാ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ ഭയങ്കര അളിഞ്ഞ നാറ്റം വരുവാണ്, എന്തോ അഴുകിയ നാറ്റം. അതുകൊണ്ട് തന്നെ ഇവര് മുമ്പോട്ട് പോയി നോക്കുമ്പോൾ എന്തൊക്കെയോ ദുർമന്ത്രവാദം ചെയ്ത ചട്ടിയും കലമൊക്കെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ചട്ടി അനീസ എടുത്ത് പൊട്ടിച്ച് കളയും. ആ സമയം അങ്ങോട്ട് കുഞ്ഞുസ്താദ് വരും. കുഞ്ഞുസ്താദിനോട് ചോദിക്കും നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ദുർമന്ത്രവാദമല്ലേ ചെയ്യുന്നത്, നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്യുന്നത് ഞാൻ കണ്ടുന്ന്. ഇതേക്കുന്ന ബാക്കിയുള്ള പിള്ളേരെല്ലാരും കൂടെ കുഞ്ഞുസ്താദിനെ പിടിക്കും. ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിലോ ഈ പ്രശ്നത്തിന്റെ പിന്നില്. അതുകൊണ്ട് തന്നെ കുഞ്ഞുസ്താദിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി കെട്ടിവെക്കും. ബാക്കിയുള്ള പിള്ളേരൊക്കെ കുഞ്ഞുസ്താദിന് കാവലായിട്ട് നിപ്പുണ്ട്. കൂട്ടുകാരനെ സാദ്രയോ കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് പറഞ്ഞു വിടും. ഈ ഉസ്താദിന്റെ റൂം ചെക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കുറച്ച് പിള്ളേരെ കൂടെ വിളിച്ചുകൊണ്ട് പോകാൻ പറയും. ആ സമയം കറണ്ട് പോവുകയാണ്. അപ്പൊ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട്, സൂക്ഷിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരനും വേറെ കുറെ പിള്ളേരും കൂടെ ഉസ്താദിന്റെ റൂം ചെക്ക് ചെയ്യാനായിട്ട് പോകും. ഇതിനുശേഷം കൂട്ടുകാരനും ബാക്കിയുള്ള പിള്ളേരും കൂടെ ഒരു 3 പേരുണ്ട്. അവർ 3 പേരും കൂടെ ഉസ്താദിന്റെ റൂം ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. പുറത്തെ വഴിയാണ് പോകുന്നത്. ആ സമയം കൂട്ടുകാരനും വേറൊരു പയ്യനും കൂടെ നേരത്തെ കയറിപ്പോവും. എന്നാൽ പിന്നാലെ വേറൊരു പയ്യൻ വരുന്നുണ്ട്. ആ പയ്യന്റെ പേര് ആരോ വിളിക്കുന്നത് കണക്ക് അവന് തോന്നുകയാണ്. അവൻ അവിടെ നിന്ന് പോകും. മറ്റു 2 പയ്യന്മാർ അവിടെ നിന്ന് പോയല്ലോ. എന്നാൽ അവൻ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തലയില്ലാത്ത രൂപം അവിടെ നിൽക്കുന്നതായിട്ട് കാണും. ഇത് കണ്ട് പേടിച്ച് അവൻ ഓടാനായിട്ട് നിൽക്കുമ്പോൾ തൊട്ടു ഫ്രണ്ടിൽ വേറൊരു രൂപം, അതിന് തലയുണ്ട്. ആ രൂപം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ പയ്യന്റെ വയറ്റില് കൈ കുത്തി ഇറക്കാണ്. വിരല് കുത്തി ഇറക്കി അവനെ വേദനിപ്പിക്കുന്നുണ്ട്. ഇവന്റെ അലർച്ച നേരത്തെ ഓടിപ്പോയ കൂട്ടുകാരനും അവന്റെ കൂടെയുള്ള വേറൊരു പയ്യനും കേൾക്കുന്നുണ്ട്. അവന്മാർ രണ്ടുപേരും കൂടെ ഓടി താഴോട്ട് വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ പയ്യൻ തറയിൽ കിടന്ന് പെടയാണ്, രക്തത്തിൽ കുളിച്ചിട്ട്. ഇതേ നേരം അനീസയും സാത്രയും കൂടെ വേറൊരു റൂം ചെക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോൾ ഡോർ ഒന്നും തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അടിച്ചു പൊളിച്ച് എങ്ങനെയൊക്കെയോ സാത്രി അകത്തോട്ട് കയറും. പക്ഷെ അവൻ കയറിയ ഉടനെ പെട്ടെന്ന് തന്നെ ഡോർ അടയാണ്. ആ റൂമിൽ വേറെ ഒന്നുമില്ല. അനീസ പുറത്തും സാത്രി അകത്തുമാണ്. അനീസ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അവിടെ നിൽക്കുമ്പോൾ പിറകിലായിട്ട് ഒരു ശബ്ദം കേൾക്കും. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ പ്രേതം അവിടെ നിൽപ്പുണ്ട് വേറൊരു ബിൽഡിങ്ങിന്റെ അവിടെ. അവൾ എന്തോ സംശയം തോന്നി അങ്ങോട്ട് ഓടിച്ചെന്ന് ആ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെ, അതിന്റെ വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ആരോ അവിടെ ഇരുന്ന് ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ട്. അപ്പൊ കുഞ്ഞുസ്താദല്ല ദുർമന്ത്രവാദം ചെയ്യുന്ന വേറെ ഏതോ ആരോ അങ്ങാണ്ടാണ്. അയാൾ അവിടെ ഇരുന്ന് ദുർമന്ത്രവാദം ചെയ്യാണ്. ഇത് കണ്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് നിൽക്കുമ്പോൾ ആ ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന ആള് അനീസനെ പെട്ടെന്ന് അകത്തോട്ട് പിടിച്ച് വലിക്കും. അയാൾക്ക് കയ്യൊന്നും ഉപയോഗിക്കേണ്ട, എന്തോ മന്ത്രം വെച്ചിട്ട് പിടിച്ച് വലിച്ചതാണ്. അനീസ പോയി അകത്ത് അടിച്ച് വീഴും. കട്ട് ചെയ്താൽ കൂട്ടുകാരനെയും പയ്യന്മാരെ കാണിക്കുകയാണെങ്കിൽ ആ വയ്യാത്ത പയ്യനെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവൻ മരണപ്പെട്ടു പോയി. എങ്ങനെയും രക്ഷിക്കാൻ പറഞ്ഞിട്ട് കുഞ്ഞുസ്താദിന്റെ കയ്യിലുള്ള കെട്ട് കൂട്ടുകാരനെ അയച്ചു കൊടുക്കും. കാരണം കുഞ്ഞുസ്താദിൽ ഇതിൽ പങ്കില്ലാന്ന് മനസ്സിലായി. ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുകയാണെങ്കിൽ അവരെ കാണത്തില്ലല്ലോ. കുഞ്ഞുസ്താദ് ദുർമന്ത്രവാദം ചെയ്യുന്നില്ല, വേറെ ആരും കണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുസ്താദിനെ അഴിച്ചുവിടും. അഴിച്ചുവിടുന്ന സമയത്ത് പുറത്തുനിന്ന് നല്ല ശബ്ദം കേൾക്കും. ബാക്കിയുള്ള ആൾക്കാരോട് ഡോറൊക്കെ പിടിച്ച് കുറ്റിയിടാൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും ഡോറ് കുറ്റിയിട്ടിട്ട് അകത്തിരിക്കും. പേടിയുണ്ട്, എല്ലാവർക്കും നല്ല പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിച്ചാലോ. ഇതേ നേരം അനീസനെ അയാൾ പിടിച്ച് ഫിറ്റിക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ കാലിലും കയ്യിലും ആണി അടിക്കുകയാണ്. ഒന്നും ചെയ്യേണ്ട, അയാളുടെ ഒരു പാവയുണ്ട്. ആ പാവേനെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ പാവേനെ ഉപദ്രവിക്കുന്ന സമയത്ത് അനീസയ്ക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ട്. ഇയാൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വലിയ ഉസ്താദ് തന്നെയാണ്. അയാളാണ് ഈ ദുർമന്ത്രവാദം ചെയ്യുന്നത്. അയാൾ കുറച്ച് എന്തോ ഒരു കരിയോയിൽ പോലെയോ രക്തം പോലെയോ എന്തോ ഒരു സാധനം എടുത്തോണ്ട് വന്ന് അനീസയുടെ മുഖത്ത് പുരട്ടി കൊടുക്കുകയാണ്. പിന്നീട് ഇയാൾ വന്നിട്ട് ഒരു വെള്ളം എടുത്ത് കുടിക്കും. അത് എന്നിട്ട് അവിടെ ഇരിക്കുന്ന കുറെ അധികം പാവയുടെ മുഖത്തോട്ട് തുപ്പും. ഇത് തുപ്പിയ ഉടനെ അവിടെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഇരിക്കുന്ന റൂമില്ലേ, ആ റൂമിന്റെ ഡോറൊക്കെ തുറന്ന് കുറെ അധികം പ്രേതങ്ങൾ അകത്തോട്ട് കയറി ചെല്ലും. മരിച്ച ആൾക്കാരും കുഴിച്ചിട്ട ആൾക്കാരും എല്ലാരും പുറത്തോട്ട് വരികയാണ്, അതും പ്രേതത്തിന്റെ രൂപത്തില്. ഈ പ്രേതങ്ങളൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. തലയില്ലാത്ത പ്രേതം വരെ ഉണ്ട്. പക്ഷേ കുഞ്ഞുസ്താദ് എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കും. പഠിച്ചോ നമ്മളെ മരിക്കാൻ പറ്റത്തില്ല, ആരും വിശ്വാസം കൈവിടാൻ പാടില്ല, പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞിട്ട്
എല്ലാരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ പ്രേതങ്ങള് വെറുതെ വിടുന്ന മട്ടില്ല, എല്ലാവരും കൂടെ നടന്ന് അടുത്തോട്ട് വരുവാണ്. ഇതേ നേരം വലിയ ഉസ്താദിനെ കാണിക്കുവാണെങ്കിൽ വലിയ ഉസ്താദ് റൂമൊക്കെ അടച്ചല്ലായിരുന്നു ഇരുന്നത്. പക്ഷേ റൂമൊക്കെ തുറന്ന് മറ്റേ നമ്മുടെ സാത്രി അങ്ങോട്ട് വന്നിട്ടുണ്ട്. സാത്രി വന്നിട്ട് ഉസ്താദിനെ അടിക്കാൻ നോക്കുമെങ്കിലും ഉസ്താദ് നല്ല ആരോഗ്യവാനാണ്. സാത്രുവിനെ പൊതിരെ തല്ലും. പക്ഷെ സാത്രുവിനെ പിടിച്ച് അമക്കുന്ന നേരത്ത് അവനൊരു കുപ്പി കയ്യിൽ കിട്ടും. അതെടുത്ത് അയാളുടെ തലയിൽ ഒറ്റ അടിയാണ്. കുറച്ചു നേരത്തേക്ക് അയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇയാൾ വന്നിട്ട് ഒരു കത്തി എടുത്ത് സാത്രുവിനെ കുത്താൻ നോക്കുമെങ്കിലും സാത്രു വിടില്ല. സാത്രു കത്തി വെച്ച് പിടിക്കും. അവന് കുത്ത് കിട്ടാതെ അവൻ പിടിക്കും. പിന്നീട് എങ്ങനെയൊക്കെ തെന്നി മാറി അയാളെ തള്ളി മാറ്റിയിട്ട് അനീസേനെ രക്ഷിക്കാൻ ചെല്ലുമ്പോൾ നടക്കത്തില്ല. പക്ഷെ അനീസ പറഞ്ഞു കൊടുക്കും അവിടെ എന്തോ ജാറ് പോലത്തെ സംഭവം ഉണ്ട്, അതെടുത്ത് പൊട്ടിച്ച് കളയാൻ. അവിടെ ഒരു ചെറിയ ചട്ടി ഇരിപ്പുണ്ട്, അതെടുത്ത് പൊട്ടിച്ച് കളയുമ്പോൾ അവളുടെ കയ്യിലുള്ള മന്ത്രവാദമൊക്കെ മാറിപ്പോവാണ്. ആ മന്ത്രവാദം നഷ്ടപ്പെട്ടു പോയി. അതുമല്ല അവിടെ കുറെ ആൾക്കാർക്ക് കൂടിയിരിപ്പില്ലേ പ്രേതങ്ങൾ വന്നിട്ട്, ആ പ്രേതങ്ങളെല്ലാം കുഴഞ്ഞ് തറയിൽ വീഴാണ്. മന്ത്രവാദത്തിന്റെ എഫക്റ്റ് പോയി ഈ ചട്ടി പൊട്ടിച്ചതോടെ. വീണ്ടും അനീസേനെയും സാത്രുവിനെയും കാണിക്കുകയാണെങ്കിൽ വലിയ ഉസ്താദ് അവിടെ ബോധം കെട്ട് കിടക്കുമ്പോൾ സാത്രുവെ പെട്ടെന്ന് തന്നെ അനീസേനെയും പിടിച്ച് പുറത്തോട്ടിറങ്ങി വരും. അയാൾ ആ റൂമിലിട്ട് പൂട്ടും. അതേ നേരം തന്നെ കുഞ്ഞു ഉസ്താദും കൂട്ടുകാരനും അങ്ങോട്ട് വന്നിട്ടുണ്ട്, എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാതെ. ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞു ഉസ്താദല്ല ഇതിന്റെ പിന്നിലെന്ന്. പക്ഷേ കുഞ്ഞുസ്താദിനെ പിടിച്ച് കെട്ടിവെച്ചില്ലേ, അതിന്റെ ദേഷ്യമൊന്നും കുഞ്ഞുസ്താദിനില്ല. ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ആകാശത്തൂടെ ഒരു തീ പോകുന്നുണ്ട്, ഒരു തീ ഗോളം. അതങ്ങനെ പോയിട്ട് മറ്റേ ഉസ്താദിന്റെ ആ ബിൽഡിങ്ങിൽ പോയി വീഴും. എവിടെ നിന്ന് വന്നതെന്നൊന്നും അറിയാൻ പാടില്ല. ഇയാൾ ദുർമന്ത്രവാദം ചെയ്തത് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് അത് അവിടെ നിന്ന് കത്തും. ഇയാൾ ഒരു സർക്കിളിന്റെ അകത്തായിട്ട് ഇയാളുടെ ദേഹത്ത് നിന്ന് പല്ലിയും പാറ്റയും പഴുതാരയും വേറെ എന്തൊക്കെയോ ജീവികളൊക്കെ പുറത്തോട്ട് വരും. അവിടെ വെച്ച് തന്നെ കത്തി നശിച്ച് മരിച്ചു പോവാണ്, മരണപ്പെട്ടു പോവാണ്. ഒരു ദുർമന്ത്രവാദം ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ അയാൾക്ക് തന്നെ ശിക്ഷ കിട്ടും. ഇയാൾ എന്തിനോ വേണ്ടി ഇവരെ എല്ലാവരും ഉപദ്രവിക്കുമായിരുന്നു, എന്തിനാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഇയാൾക്കൊരു മനസ്സുഖം കിട്ടുമായിരിക്കും ആൾക്കാരെ ഉപദ്രവിക്കുമ്പോൾ. ഇയാൾ മരിച്ചതോടെ മറ്റേ പാവപ്പെട്ട ഉസ്താദ് ഇല്ലേ, അസുഖം ബാധിച്ചു കിടക്കുന്ന ആ ഉസ്താദ്, അയാള് ബോധത്തിലോട്ട് എണീക്കും. അയാൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മുഖത്തൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. ഒരു ഓർമ്മയില്ല, എന്താ നടന്നതെന്നൊന്നും അറിയത്തില്ല. അയാളുടെ മുഖത്ത് മുറിവ് വന്നത് എങ്ങനെയാന്ന് പോലും അയാൾക്കറിയില്ല. അയാൾ ആകെ കിളി പാറിയിരിക്കുകയാണ്. പിറ്റേ ദിവസം ബോഡിയൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം കുറെ ആൾക്കാർ മരണപ്പെട്ടു പോയല്ലോ, അവരുടെ ബോഡിയൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം സാത്രുവയും അനീസയും തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും വിഷമമുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് മരിച്ചു പോയിട്ടുള്ളത്. കൂടെ പഠിച്ച ആൾക്കാരും പഠിപ്പിച്ച ഉസ്താക്കന്മാരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് മരണപ്പെട്ടു പോയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊന്നും ഇനി നടക്കാൻ പാടില്ല, ഇനി ഇങ്ങനെയൊന്നും നടക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് സാത്രു അവിടെ എണീറ്റ് പോകും. അനീസ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയം അനീസ സൈഡിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മ പ്രേതം അവിടെ ഇരിപ്പുണ്ട്. അമ്മ പ്രേതം മോശപ്പെട്ട ആളൊന്നുമല്ല, ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അനീസയ്ക്ക് കാണിച്ചു കൊടുത്തത് അമ്മ പ്രേതമല്ലേ. അമ്മ പ്രേതത്തിനെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ പ്രേതം മോശപ്പെട്ട ആളൊന്നുമല്ല, ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 2025 റിലീസായ പെമ്പാൻ ടയാൻ എന്ന് പറയുന്ന മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് കമന്റിൽ പറയാ. എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിലും അത് കമന്റിൽ പറയാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കേ ബൈ.